അതെ, ദേ അടുക്കളയിൽ കുറച്ച് ജോലികൂടി ബാക്കിയുണ്ട്. പാത്രം കഴുകി വെക്കണം. അതുകൂടി കഴുകി വെച്ചിട്ട് വന്ന് ആഹാരം കഴിച്ചാൽ മതി. കേട്ടല്ലോ? ഇതോടെ മൂടി വെച്ചിട്ട് വേഗം ചെല്ല്. സോന അവിടെ കാത്തു നിൽക്കുക. പാത്രം കഴുകി വെച്ചാലേ ഞങ്ങൾക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ പറ്റൂ. ദാ അങ്ങോട്ടെടുത്ത് മൂടി വെക്കേ. വേഗം ചെല്ലേ. ആഹാരം കൊടുത്തിട്ടും ഇവര് കഴിക്കാൻ വിടുന്നില്ലല്ലോ. വീണ്ടും എന്തോ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. സോന അവിടെ ഉള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇത് ചേർക്കാമായിരുന്നു. ഇത് കഴിച്ച ആന വന്നു കുത്തിയാ പോലും അവൻ ഉറക്കം തെളിയാൻ പോകുന്നില്ല. എന്റെ ദൈവമേ, അവരെന്തായിരിക്കും ആഹാരത്തിൽ കലർത്തിയത്? ഇനി വല്ല വിഷമായിരിക്കും? ഇനിയിപ്പോ എന്താ ചെയ്യാ? അദ്ദേഹം വരുമ്പോ ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞാലോ? അത് വേണ്ട. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാം പറയേണ്ടി വരത്തില്ലേ? അത് റിസ്കാ. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്ദിരേട്ടനെ സത്യനെ വല്ല അറിയിച്ചാലോ? ഈ കാര്യം അറിയിക്കാം. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ശ്യാമേട്ട എങ്ങോട്ട് പോവാ? നമ്മുടെ റൂം എവിടെയല്ലേ? അല്ല, ഞാൻ ഇന്ദിരേട്ടനോട് ഒരു കാര്യം പറയാൻ. ഇന്ദിരേട്ടൻ കിടന്നിട്ട് കുറെ നേരായി. സത്യേട്ടനും കിടന്നു കാണും. ഉറക്കമില്ലാത്തത് ശ്യാമേട്ടനാണല്ലേ? രാത്രിയായി ഇരുട്ടത്ത് പോയി നിന്ന് പുക വലിച്ചു കയറ്റുന്ന കാര്യമൊക്കെ എനിക്കറിയാം. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു ദുശീലും ഇല്ലാത്ത ഒരാള്. ഞാൻ പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വലിക്കണം? തീരെ വലിക്കാതിരുന്നാൽ എന്താ? ഒരു ദിവസം ആരും കാണാതെ 4-5 എണ്ണെങ്കിലും വലിക്കില്ലേ? ഇതിനൊക്കെ എത്ര കാശ് വേണോന്നാ? എടി, ഞാൻ വലിക്കാതിരുന്നോളാം, പോരെ? എന്നാ ചെന്ന് കിടക്കാൻ നോക്ക്. ഇനിയിപ്പൊ ആരോടൊന്നും സംസാരിക്കണ്ട. രാവിലെ എല്ലാവരും ഇവിടെ തന്നെ കാണുമല്ലോ. പോയി കിടക്ക ശ്യാമേട്ട. എനിക്ക് ലൈറ്റ് ഓഫ് ആക്കിട്ട് വന്ന് കിടക്കണം. ചെല്ല്. ഓ,
ഹലോ ആന്റി എന്തായി അവിടെ? ഹർഷ് തന്നെ ആ പൊടി അയാളുടെ ആഹാരത്തിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിശപ്പ് കാരണം അയാൾ വാരി വലിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടതാ. ഓ മതി. അപ്പോ അവന്മാരെ അങ്ങോട്ട് അയക്കാലോ അല്ലേ? ആ പിന്നെ ഉറപ്പായിട്ടും അയക്കണം.